ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സാമൂഹിക സാഹചര്യങ്ങൾ ഒരുപോലെ നിലനിൽക്കുന്ന രാജ്യത്ത് സംവരണത്തിലെ വിവേചനം നീതിരഹിതവും മനുഷ്യത്വരഹിതവുമാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലിയുടെയും DCMS സപ്തതി വർഷത്തിന്റെയും ഭാഗമായി രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നഗറിൽ നടന്ന ക്രൈസ്തവ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു ജനസമൂഹം അവഗണിക്കപ്പെടുന്നതും മതത്തിന്റെ പേരിൽ പ്രത്യേക നിയമങ്ങൾ ഒരേ സമുദായത്തിൽപ്പെട്ടവർക്കായി നിർമ്മിക്കുകയും ചെയ്യുന്നത് ഒരു രാജ്യത്തിന് ഭൂഷണമല്ലെന്നും മാർ തോമസ് തറയിൽ ചൂണ്ടിക്കാട്ടി. പുനരുദ്ധാരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തിയ ഫ്രാൻസിലെ പ്രസിദ്ധമായ നോട്ടർഡാം കത്തീഡ്രലിൽ 5 വർഷത്തിനു ശേഷം ദൈവമാതാവിന്റെ രൂപം ദേവാലയത്തിലേക്ക് തിരിച്ചെത്തിച്ചു. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു രൂപം ദേവാലയത്തിലെത്തിച്ചത്. 2019 നോട്ടർഡാം കത്തീഡ്രലിലെ തീപിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷിച്ച കന്യകാമറിയത്തിന്റെയും ഉണ്ണീശോയുടെയും മധ്യകാല ശിലാരൂപം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏകദേശം 6 അടി ഉയരമുള്ള മനോഹരമായ രൂപം പാരീസ് കന്യക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പാരീസ് കത്തോലിക്കരുടെ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും പ്രതീകമായാണ് രൂപത്തെ വിശേഷിപ്പിക്കുന്നത്. ബുർക്കിന ഫാസോയിലെ തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥന അഭ്യർത്ഥിച്ച് വൈദികൻ. നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ അനുദിനം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു വൈദികൻ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് എന്ന സംഘടനയിലൂടെ പ്രാർത്ഥനയാചിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പിയേലയിലെയും സാറ്റങ്കയിലെയും ഇടവക പരിധിയിൽ നടന്ന ആക്രമണങ്ങൾ നിരവധി പേരുടെ മരണത്തിന് കാരണമായെന്നും ആക്രമണങ്ങൾ പെരുകുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരുടെയും ശക്തമായ പ്രാർത്ഥന യാചിക്കുകയാണെന്നും വൈദികൻ പറഞ്ഞു. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല എന്ന ബൈബിൾ വാക്യവും നെഞ്ചിലേറ്റി ഈ സീസണിന് ആരംഭം കുറിച്ച് ന്യൂയോർക്ക് യാങ്കീസിന്റെ അമേരിക്കൻ പ്രൊഫഷണൽ ബേസ്ബോൾ ഔട്ട്ഫീൽഡർ എയ്റൺ ജൂഡിന് ഇത് നേട്ടങ്ങളുടെ കാലം. ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്ന ഈ സീസണിലെ അവിശ്വസനീയമായ പ്രകടനത്തിലൂടെ താരം അക്ഷരാർത്ഥത്തിൽ ആരാധകരുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ക്രിസ്തു വിശ്വാസമാണെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. തന്നെ ദത്തെടുത്ത് വളർത്തിയ തന്റെ മാതാപിതാക്കളും തന്റെ ക്രിസ്ത്യൻ വിശ്വാസവുമാണ് ഈ വിജയത്തിന്റെ പിന്നിലെന്ന് 30-കാരനായ ഈ യാങ്കീസ് താരം പറയുന്നു. രക്ഷയുടെയും നിത്യതയുടെയും വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും മരണത്തിന്റെ വേദനയിൽ ജീവിക്കുന്നത് അവസാനിപ്പിക്കുവാനും വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. നവംബർ 17-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 2024 ദരിദ്രരുടെ ലോകദിനാചരണത്തിനു ശേഷം നടന്ന മരിയൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അന്നത്തെ സുവിശേഷ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇപ്രകാരം പറഞ്ഞത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.